നിങ്ങൾ ഇത്തവണത്തെ സേ എക്സാം എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ പാസ്സാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നല്ലേ? ആദ്യത്തേത്, നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ഒരു വിഷയത്തിൽ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ 2 വിഷയത്തിൽ നിങ്ങൾ തോറ്റു പോയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ തോറ്റത്? ചിലപ്പോൾ എക്സാം നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല, എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് പേപ്പറിലേക്ക് എഴുതാനുള്ള ബുദ്ധിമുട്ട്. അതായത് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ തെറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, ആ തെറ്റുകൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി വിജയിച്ചു. അപ്പം നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ മാത്സ് എക്സാം തോറ്റത്? എന്തുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് എക്സാം തോറ്റത്? എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, അന്ന് എനിക്ക് തലേ ദിവസം പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, പഠിച്ചാൽ ഞാൻ ജയിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കാത്തതാണ് നിങ്ങളുടെ തോൽവിക്ക് കാരണം. ഓക്കെ, എക്സാമിന് ഉത്തരങ്ങളൊക്കെ അറിയാം, പക്ഷെ അത് പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ചെയ്യാത്തതായിരുന്നു നിങ്ങളുടെ തോൽവിക്ക് കാരണം. അതേപോലെ നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാരണം നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മിസ്റ്റേക്കുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. ഓരോരുത്തർക്കും പഠിക്കുന്നതിൽ ഓരോ സ്റ്റൈലായിരിക്കും. പക്ഷേ സേ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ച കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. ഒരു സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു +2 സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം +2-ൽ മാത്സിൻ്റെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു 4-5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സിലും അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഇംഗ്ലീഷിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിന് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. മാത്സിൻ്റെ കേസ് ആണെങ്കിൽ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, അതേപോലെ തന്നെ LPP, വെക്റ്റർ, 3D, ഈ ചാപ്റ്റേഴ്സ് ആ ഒരു ഓർഡറിൽ തന്നെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് പഠിക്കുക എന്നുള്ളത്. പിന്നെ ചില ചാപ്റ്റേഴ്സ് ഉണ്ടാവും വളരെ കുറഞ്ഞ വെയിറ്റേജ് ആയിരിക്കും, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ടാവും. എക്സാമ്പിളായിട്ട് നമ്മൾ എങ്ങനെ പഠിച്ചാലും ചിലപ്പോൾ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സിൻ്റെ കേസിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രി 3 മാർക്കേ വരും. സംഭവം കുറച്ച് പഠിക്കാനുണ്ട്, കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പം നിങ്ങൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സിൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും വളരെ കുറച്ച് മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾ ഒരുപാട് മെനക്കെടണ്ട, അത് ലീവ് ചെയ്യുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നല്ലതുപോലെ പഠിക്കുക. 80 മാർക്കിനായിരിക്കും, 60ൻ്റെ എക്സാം ആണെങ്കിൽ ടോട്ടൽ 80 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. നിങ്ങൾ 60 മാർക്കിന് മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയാവും. സോ അപ്പോൾ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പാസ്സാവാൻ 20, 25, 30 മാർക്കൊക്കെ മാക്സിമം വേണ്ടി വരും. 2 കൊല്ലം കൂടി പാസ്സാവാൻ ടോട്ടൽ 36 പോരെ. ചില ആൾക്കാർക്ക് 10ഉം 15ഉം മാർക്കൊക്കെ മതിയാവും. ഈ മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ രീതിക്ക് പഠിക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ള 4 or 5 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. ചിലപ്പം ചില ചാപ്റ്റർ ഉണ്ടാവും. എക്സാമ്പിൾ +2-ൽ ഇൻ്റഗ്രൽസിലാണെങ്കിൽ 9-10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ആ ചാപ്റ്റർ ഒരുപാട് പഠിക്കാനുണ്ട്. 10 മാർക്കാണെന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും അറിഞ്ഞൂടാത്ത ആൾ ആദ്യം മുതലേ പോയി ആ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ലീവ് ചെയ്തോ, പഠിക്കണ്ട. ആവാത്തതാണെങ്കിൽ പഠിക്കണ്ട. നിങ്ങൾക്ക് അതിനേക്കാളും മാർക്ക് കിട്ടുന്ന 1-2 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ 10 മാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 2 ചാപ്റ്റർ പഠിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ 2 ചാപ്റ്ററിന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആദ്യം ചെയ്യുക. പിന്നെ ചില ചാപ്റ്ററുകൾ എന്നൊക്കെ നിങ്ങൾ ആദ്യം മുതലേ ഒന്നും അറിഞ്ഞൂടാത്തത് സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കി വരും. ഇപ്പം ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഭയങ്കര ടഫാണെങ്കിൽ അത് ആദ്യം മുതലേ പഠിച്ച് നിങ്ങൾ വരുന്ന സമയത്തേക്ക് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചാപ്റ്ററിൽ ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ ലീവ് ചെയ്തോ. ചിലപ്പോൾ ആ ചാപ്റ്ററിൽ സിമ്പിളായിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഉണ്ടാവും. ചില ടോപ്പിക്കുകൾ സിമ്പിളായിട്ടുള്ളതുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട്, അതെങ്ങനെയാണ് മനസ്സിലാക്കുക? അതാണ് ഞാൻ പറയാൻ പോകുന്ന മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യണം. NCERT വെച്ചൊക്കെ പഠിക്കണം എന്നൊക്കെയാണ് പറയുക. പക്ഷെ നമ്മൾ സേ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി NCERT ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റും. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങൾ കൊണ്ട് സാധിച്ചോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്യണം. NCERT പഠിച്ചാൽ ബെറ്റർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എസ്പെഷ്യലി നിങ്ങൾ ഈ ലാസ്റ്റ് 3 ഇയറിൻ്റെത് അത് മറക്കരുത്. അവസാനം 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും അനലൈസ് ചെയ്യുക. ഈ ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻ പാറ്റേണുകളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ആ മോഡലിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് വിചാരിക്കരുത്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, പിന്നെ സേ എക്സാം ആണ്, തോറ്റ കുട്ടികളൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി സർക്കാർ നമുക്ക് പുതിയ സിമ്പിളായുള്ള ചോദ്യ പേപ്പർ തരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ഒന്നും വേണ്ട. എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ചാണ് ചെയ്യുക. ഒന്ന് മോഡൽ, ഒന്ന് പബ്ലിക്കിനും, ഒന്ന് സേ എക്സാമിനും വേണ്ടിയിട്ട്. അപ്പോൾ
എല്ലാം ഏകദേശം ഒരേ ലെവൽ ഒരേ പാറ്റേണിലൊക്കെ ഉള്ളത് തന്നെയായിരിക്കും. അപ്പം നിങ്ങളുടെ മോഡലും പബ്ലിക്കും എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു പാറ്റേൺ ആയിരിക്കും മിക്കവാറും സേ എക്സാം ഉണ്ടാവുക. അപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും, നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള ആ ധാരണയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ പോയിന്റ്, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഈസി ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയുള്ള ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾ എക്സാമിന് തോൽക്കാൻ കാരണം ആൻസേഴ്സ് കൃത്യമായിട്ട് എഴുതാതിരിക്കാൻ കാരണം ചെയ്ത് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്, അതായത് പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതുപോലെ പേപ്പറിലേക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഗൈഡ് ഉണ്ടാവും, ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നോട്ട്സ് ഉണ്ടാവും. ഇതെവിടെ നോക്കിയിട്ട് എഴുതിയാലും പ്രശ്നമില്ല. ഇപ്പോൾ മാത്സിൽ ഒരു ചോദ്യമാണെങ്കിൽ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന LPPയിലെ ഗ്രാഫ് വരയ്ക്കുന്ന ചോദ്യം, ഇതിപ്പോൾ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം. ഒരു 5-8 തവണ അത് വരച്ച് ചെയ്തങ്ങ് പഠിച്ചോ, 6 മാർക്കിൻ്റെ ചോദ്യമല്ലേ. അപ്പം നമുക്ക് സ്ട്രോങ് ആയിട്ട് ഉറപ്പായിട്ട് കിട്ടുന്ന മാർക്കുകൾ നമ്മൾ മിസ്സാക്കരുത്. അങ്ങനത്തെ മാർക്കുകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ എഴുതി പഠിക്കുക. ആൻഡ് ഒരു ഫോർമുല ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ബെറ്റർ. അപ്പം നാലാമത്തെ കാര്യം, റിവിഷൻ പ്രോപ്പർ ആയിരിക്കണം, എഴുതി പഠിക്കണം, ഫോർമുല ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് അഞ്ചാമത്തെ കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്, നമ്മളിത് വളരെ സില്ലി ആയിട്ട് കാണുമെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യണം. യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അതായത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് അതിലൊന്നൊരു കാര്യമല്ല. നിങ്ങൾക്ക് ടെൻഷൻ കൂടുകയുള്ളൂ, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നത് മറന്നു പോവുകയുള്ളൂ. അപ്പോൾ വളരെ കൂളായിട്ട് ഒരു കൃത്യമായുള്ള ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി നല്ലതുപോലെ ഫുഡൊക്കെ കഴിച്ച് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ നല്ലതുപോലെ ഉറങ്ങിയിട്ട് അങ്ങനെയൊക്കെ മെല്ലെ മെല്ലെ പഠിച്ചാൽ മതി. ഒരുപാട് ധൃതിയായിട്ട് എല്ലാ ചാപ്റ്ററും മറിച്ചിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കണ്ട. ഭയങ്കര ടഫായിട്ടുള്ള ചാപ്റ്റർ സ്കിപ്പ് ചെയ്തോ. പ്രോപ്പറായിട്ട് നിങ്ങൾ നല്ലതുപോലെ നിങ്ങൾ ഉറങ്ങണം, നല്ലതുപോലെ വെള്ളം കുടിക്കണം, നല്ലതുപോലെ ഭക്ഷണം കഴിക്കണം. ആൻഡ് ഒറ്റ കാര്യം കൂടിയും, ഈ ഒരു മാസത്തെ ഇടവേളയിലെങ്കിലും ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ ഫോൺ ആവശ്യം വന്നേക്കാം, പക്ഷെ അത് ക്ലാസ് കണ്ട് അവിടെ വെക്കണം. അനാവശ്യമായുള്ള സ്ക്രോളിങ്ങുകൾ ഒഴിവാക്കുക. ആൻഡ് ഏറ്റവും ലാസ്റ്റ് പറയാണ്, നിങ്ങളുടെ ഹെൽത്ത് കെയർ ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ പറ്റും. നല്ല രീതിയിലേക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.